ഹലോ, വെൽക്കം ടു ജോ ആസ്ട്രോസ്. ഇന്ന് നമ്മുടെ ടാലൻറ്റ് ടെസ്റ്റാണ്, ഡിസ്ട്രിക്ട് ലെവൽ ടാലൻറ്റ് ടെസ്റ്റാണ്. ഞങ്ങളിപ്പം ടാലൻറ്റ് ടെസ്റ്റിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ കാര്യത്തിലായിരിക്കും. ദൈവനാമമാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, ഇന്നത്തെ ദിവസത്തിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ മറ്റെല്ലാവരും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വർഷബന്ധനം അറിയിക്കുന്നു. അങ്ങനെ വീണ്ടും താരാതോഷം എന്ന കാലഘട്ടം കൂടെ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് താരാതോഷം നടക്കാനും നമ്മുടെ സോണൽ തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും പോകാൻ സഹായിച്ചു. ഈ വർഷക്കാലവും വളരെ നല്ല രീതിയിൽ നടക്കുവാനും അതുപോലെ സോണൽ തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മത്സരാർത്ഥികൾ സമ്മാനങ്ങൾ മേടിക്കാനും സൗകര്യപാലകരെയും സഹായിക്കട്ടെ. ആഗ്രഹങ്ങളോ ഫലങ്ങളോ നൽകാതിരിക്കാൻ പ്രത്യേക പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ ദൈവം സൗകര്യം പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ മത്സരാർത്ഥികൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതിൽ നിക്ഷേപമായ വിഷയം സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ താലന്ത് പരിശോധനയുടെ രാവിലത്തെ സെക്ഷന്റെ അധ്യക്ഷനായിരിക്കുന്നത് തിരുവല്ല സെവന്റെ സൺഡേ സ്കൂളിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഷാജി പാസ്റ്ററാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സെൻട്രൽ തലത്തിൽ പ്രവർത്തിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരള സ്റ്റേറ്റിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുത്രികാ സംഘടന ഏതൊരു കാര്യത്തിനാണെങ്കിലും പാസ്റ്ററിന്റെ നിർദ്ദേശങ്ങളും പാസ്റ്ററിന്റെ സഹായവും എല്ലാ കാര്യങ്ങളും പാസ്റ്ററുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എല്ലാ പുത്രികാ സംഘടന മീറ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം പുതിയ ദേവദാസന്റെ ഒരു സഹകരണം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പ്രിയ പാസ്റ്ററെ, ഇന്നത്തെ നാഗഘോഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ തിരുവല്ല സെവന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സാബു വാഴക്കോട്ടിലാണ്. കഴിഞ്ഞ നാളിൽ തിരുവല്ല സെവന്റെ വൈപിയുടെ സെക്രട്ടറി ആയിട്ടും സോണൽ തലങ്ങൾക്ക് പ്രവർത്തിക്കാനും സ്റ്റേറ്റ് തലങ്ങൾക്ക് ബോർഡുകളായി പ്രവർത്തിക്കാനൊക്കെ പ്രിയ സാബു ചാനലിനെയും സഹായിച്ചു. ഇപ്പോൾ സെവന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ ആണെങ്കിലും വൈപിയുടെ കാര്യങ്ങളൊക്കെ പ്രിയ ദേവദാസന്റെ ഒരു സഹകരണവും ഈ ദിവസങ്ങളിൽ ഇന്ന് കലോത്സവമൊക്കെ ഇവിടെ വരികയും കാര്യങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യാൻ പ്രിയ ദേവദാസന്റെ ആയിത്തീർന്നു. പ്രിയ ദേവദാസനെ ഇന്നത്തെ താലന്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരുന്ന ജഡ്ജസ് ഉണ്ട്. പ്രിയ ജഡ്ജസ് ആയ പാസ്റ്റർ ജോൺസൺ, ഡോക്ടർ അനിൽ കുച്ചുവട്ടം, വിജി തോമസ്, സുമിത് കെ ബെന്നി, പാസ്റ്റർ അനുരാജ്, സ്റ്റാൻലി, ജോൺ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രോഗ്രാം 2024 വൈഫിയുടെയും സൺഡേ സ്കൂളിൽ ആഭിമുഖ്യത്തിൽ നടന്ന ഈ താലന്ത് പരിശോധന പ്രാർത്ഥിച്ചു ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ ശുശ്രൂഷകൻ സൺഡേ സ്കൂളിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമായിരിക്കുന്ന കഥാദാസൻ പാസ്റ്റർ ജയദാസ് അവരുടെ നിങ്ങളുടെ നാമത്തിൽ ഞാൻ ക്ഷണിച്ചു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ തിരുവല്ല സെന്റർ വൈപി സൺഡേ സ്കൂൾ താലന്ത് പരിശോധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകം യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ സൺഡേ സ്കൂളിന്റെ സെന്റർ സെക്രട്ടറി പാസ്റ്റർ ഷാജി ഫിലിപ്പ്, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ നമ്മുടെ വൈപിയുടെ സെന്റർ സെക്രട്ടറി ജസ്റ്റിൻ ചൗമേ, മേപ്പാട സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ ടി സോജൻ, കടപ്പാട സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ മാത്യു തുടങ്ങി ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന സെൻട്രൽ സെക്രട്ടറി സാറുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയുന്നു.
കഴിഞ്ഞ വർഷം ഇതുപോലെ കൂടി വന്ന നമ്മുടെ സെന്ററിന്റെ താലന്ത് പരിശോധന വിജയകരമായി നടത്തിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് നാം ഇവിടെ കൂടി വരുന്നത്, അല്ലെ? എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങളൊക്കെ ലോകത്തിൽ നടമാടി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ വയനാട് ദുരന്തം നമുക്കെല്ലാം അറിയാം. നിങ്ങളുടെ സമശിഷ്ടങ്ങളായ അനേക കുഞ്ഞുങ്ങൾ, അവരും പലരും എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാതെ വണ്ണം, ഡെഡ് ബോഡി പോലും കിട്ടാതെ വണ്ണം ലോകത്തിൽ നിന്ന് അവര് മറഞ്ഞിരിക്കുന്നു. അനേക കുട്ടികൾ മരണപ്പെടുവാനിടയായി. അനേക കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അനേക കുട്ടികൾക്ക് വീടും പാഠപുസ്തകങ്ങളും അവർക്ക് എന്തെങ്കിലും സ്വന്തമായി ഉണ്ട് എന്ന് പറയാവുന്ന എല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ, ഇതുപോലുള്ള സമാനമായ ദുരന്തങ്ങളൊക്കെ നമുക്കും ഉണ്ടാകുമായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച് ഈ ഒരു വർഷവും ഈ താലന്ത് പരിശോധനയിൽ പങ്കെടുക്കുവാൻ കൊണ്ടുവന്ന ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ചാണ്. കുഞ്ഞുങ്ങൾ എല്ലാവരും. ഇന്നലെ ഞങ്ങളിവിടെ രാവിലെ വചനം ധ്യാനിച്ചത് 123, 124 സങ്കീർത്തനങ്ങളാണ്. 124 പറയുന്ന യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ വൈദികൻ നമ്മളെ മൂടിക്കളയുമായിരുന്നു. കഴിഞ്ഞ വർഷം ദൈവം നമ്മോട് കൂടെ ഇരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. സമയം വളരെ കടന്നു പോകുന്നതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സെൻട്രൽ താലന്ത് പരിശോധന ഇവിടെ നടക്കുന്നു. ഇനി നമുക്ക് സോണലുണ്ട്, അത് കഴിഞ്ഞ് സ്റ്റേറ്റുണ്ട്. ഇതിലൂടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം വിജയിച്ചവരാണ്, അല്ലെ? ആരും വിജയിക്കാതല്ല വന്ന് അവരുടെ ലോക്കൽ തലങ്ങളിൽ വിജയിച്ചു വന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? ഉരുട്ട് പെട്ട് കയറിയവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും വിജയിച്ചു വന്നവർ. ആ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണും. വിജയിച്ചതിന്റെ ഒരു ആഹ്ലാദം നിങ്ങളുടെ മുഖത്തുണ്ടാകും. പരാജയപ്പെട്ടവരുണ്ടാകും. അവരൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. വിജയവും പരാജയവും ഒക്കെ ഇങ്ങനെ മാറി മാറി നമ്മുടെ ശ്രമങ്ങളും ഒക്കെ അനുസരിച്ച് വരുന്നതാണ്. ഹല്ലേലൂയ. വിജയിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഇവിടെ കൊണ്ട് വിജയം തീരരുത്. ഇന്നത്തെ താലന്ത് പരിശോധനയിലും ആമേൻ വിജയിക്കുവാനുള്ള വലിയൊരു ശ്രമം നിങ്ങൾക്ക് ഉണ്ടാകണം. മാത്രമല്ല, ഇനി നമ്മൾ സോണലിലേക്ക് പോകുമ്പോൾ നമ്മുടെ സോണലിൽ തിരുവല്ല സെന്റർ ആയിരിക്കണം ഏറ്റവും മുമ്പിൽ വരേണ്ടത്. താല്പര്യമുണ്ടോ? ശ്രമിക്കുമോ? ആമേൻ. അല്ല, നിങ്ങളെല്ലാവരും കൂടി, ഇത്രയും കുട്ടികൾ കൂടി ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാം കൂടെ ശ്രമിച്ചാൽ തിരുവല്ല സെന്റർ, തിരുവല്ല സോണലിൽ 9 സെന്ററിൽ ഒന്നാമതായി വരും. നിങ്ങൾ ഇന്നു മുതൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ സ്റ്റേറ്റിലും സൺഡേ സ്കൂളിലും വൈകിട്ട് നമുക്ക് ഒന്നാമത് വരാൻ കഴിയും. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ആമേൻ. ആരംഭത്തിൽ വന്നിരിക്കുന്നതിനെ ആയിരിക്കാം. എല്ലാവരും ആ ആത്മവിശ്വാസത്തോടെ വേണം ഇവിടെ പെർഫോം ചെയ്യുവാൻ. അപ്പോൾ തന്നെ മത്സര ബുദ്ധിയല്ല വേണ്ടത്. ദൈവം എനിക്ക് തന്ന താലന്തിനെ, കഴിവുകളെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഒരു അവസരം എന്ന നിലയിൽ അതിനെ ഉപയോഗിക്കുകയും സ്തോത്രം. ഏതാനും മത്സരത്തിൽ വിജയമുണ്ട്, തോൽവിയോ അടയുന്നവരുണ്ട്. തോൽവിയിൽ നിരാശപ്പെടാതെ, വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ നിശ്ചയമായും നമ്മളോടൊപ്പം വിജയം ഉണ്ടായിരിക്കും. കാരണം ദൈവം നമ്മോടൊപ്പമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ശക്തരാകിയാലും, ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിച്ചിരിക്കാനും, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നമ്മൾ ശക്തരാണ്, വചനം നമ്മുടെ ഉള്ളിലുണ്ട്, ദുഷ്ടനെ ജയിച്ചവരാണ്. നമുക്ക് ജയാളികളായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ മനോഹരമായ നല്ല പകലിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഞങ്ങൾ ഈ സെന്ററിന്റെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സേവിക്കുകയും ഞങ്ങളുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ ഇടപെട്ട് വരികയും ചെയ്യുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ സെന്ററിന്റെ താലന്ത് പരിശോധനയായി ഇവിടെ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം. നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഞങ്ങൾ തന്നതിനായി സ്തോത്രം. അവിടുത്തെ വിളിക്കപ്പെട്ട മേഘത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞ് എഴുത്തുമാറാകണമേ. ഇവിടെ ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെയും വൈദ്യുതിയുടെയും സെന്റർ താലന്ത് പരിശോധന നടക്കുകയാണല്ലോ.
ആ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരേറ്റിരിക്കുന്ന പ്രോഗ്രാമുകൾ നന്നായി അവതരിപ്പിക്കുവാൻ അത് അവരുടെ നാമത്തിന് മഹത്വവും അവർക്ക് അനുഗ്രഹവും അവരുടെ ഭാവിക്ക് വലിയ അത് മുതൽക്കൂട്ടുമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സെൻട്രൽ സെക്രട്ടറിമാർ, ആമേൻ, നല്ലൊരു കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ കഴിഞ്ഞ ദിനങ്ങൾ വളരെ ആത്മാർത്ഥമായി അധ്വാനിച്ചല്ലോ. അവരുടെ സേവനങ്ങളെ ദൈവം മാനിക്കണമേ. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ അല്ലെങ്കിൽ എല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടെ പിരിഞ്ഞ് അവരവരുടെ ഭവനങ്ങളിൽ സഭകളിലെത്തി അവരെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഇടയാക്കണം എന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. രാവിലെ മുതൽ തീരുന്നവരെ അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുത്തണമേ. എല്ലാം നന്നായി ചെയ്തു തരണമേ. പ്രാർത്ഥനകൾക്കൊന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ചർച്ച് ഓഫ് ഇന്ത്യ തിരുവല്ല സെന്റർ YP സൺഡേ സ്കൂൾ 2024 താലൂക്ക് പരിശോധന ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആശംസ അറിയിക്കുന്നതിനായിട്ട് തിരുവല്ല ഡിസ്ട്രിക്റ്റിന്റെ ട്രഷററായിരിക്കുന്ന ക്ഷണിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷാനി പാസ്റ്റർ, സെന്ററിന്റെ ചുമതലയുള്ള അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെ ജോസഫ് പാസ്റ്റർ, മേൽപ്പാൽ ദേവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സോജൻ ടി, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകം നമ്മുടെ ഈ പ്രവർത്തന വർഷത്തിലെ താലന്ത് പരിശോധന ഇന്ന് നടക്കുകയാണല്ലോ. ദൈവസഭയുടെ പ്രവർത്തനത്തെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളാണ് സൺഡേ സ്കൂളും YPയും. സത്യത്തില് സൺഡേ സ്കൂളിന്റെയും YPയുടെയും പ്രവർത്തനങ്ങൾ ഇച്ചിരി വീക്കായി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ലോക്കൽ സഭകളിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകം നമ്മുടെ തിരുവല്ല സെൻട്രലിന്റെ സൺഡേ സ്കൂളിന്റെയും YPയുടെയും പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ മത്സരാർത്ഥികളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക, അതിന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്? ഇപ്പോൾ ടെൻഷൻ ഉള്ളവരെന്ന് കൈ വെക്കുക. ഇവിടെ വന്നിരിക്കുന്നതിൽ 40% ആൾക്കാരും നല്ല ടെൻഷനിലാണല്ലോ. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരും കൈവയ്ക്കുക. ഓക്കെ, അന്നേരം ടെൻഷൻ ഉള്ളവരും ടെൻഷൻ ഇല്ലാത്തവരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു നല്ല ഹല്ലേലൂയ പറയാൻ പോവാം. ആ ഹല്ലേലൂയ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടെൻഷനൊക്കെ പോണം. നിങ്ങൾ മത്സരത്തിനുള്ള റെഡി ആയിട്ട് നിൽക്കണം. റെഡിയാണോ? റെഡി 1 2 3 പറയും. 3 പറയുമ്പോഴത്തേക്ക് നല്ല ശബ്ദത്തിൽ ഹല്ലേലൂയ കേൾക്കണം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? 1 2 3. ഇന്നത്തെ ഈ ടാലന്റ് ടെസ്റ്റ് ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരട്ടെ. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത വ്യക്തികൾ, കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ട സാധുശാനൊക്കെ ബാക്കിലിരുന്ന് പല കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുകയാണ്, പണ്ട് കാലങ്ങളിൽ നടന്ന ടാലന്റ് ടെസ്റ്റിനെ പറ്റിയൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. എല്ലാ ദൈവങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഇതിലുണ്ടായിരുന്നു. ഈ ടാലന്റ് ടെസ്റ്റ് ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഏത് ചർച്ച ആണേലും വിൻ ചെയ്യട്ടെ. അതിന് ഏറ്റവും എഫേർട്ട് ഇട്ട ചർച്ച വിൻ ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരം നൽകിയ പ്രത്യേക ഇതിന്റെ പ്രവർത്തകരോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു. ഇവിടെ നടക്കുന്നത് 4 സ്റ്റേജുകളിലാണ്. ഇതാണ് മെയിൻ സ്റ്റേജ്. മെയിൻ സ്റ്റേജായിട്ട് മത്സരം നടക്കുന്നത്. എന്നിരുന്നാൽ പോലും ആദ്യത്തെ പ്രോഗ്രാമും അവസാനത്തെ സമാപനം എല്ലാം നടക്കുന്നത് സ്റ്റേജ് 1-ലായിരിക്കും. ഇവിടെ നിന്നായിരിക്കും YPയുടെ അനൗൺസ്മെന്റ്സ് എല്ലാം നമ്മൾ നടത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങളാരും പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങൾക്ക് ഈ സ്റ്റേജിലൂടെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മത്സരാർത്ഥികളുടെ പേര് വിളിച്ചിട്ട് പിന്നെ കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മത്സരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കുക. ഓരോ കോൾ ഷീറ്റ് അനുസരിച്ച് വിളിക്കുന്നതായിരിക്കും. അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഏത് സ്റ്റേജ് നോക്കി ചെയ്യുക. YPയുടെ സ്റ്റേജ് 1, 2 ഈ 2-ൽ മാത്രം YPയുടെ മത്സരങ്ങൾ നടത്തിയുള്ളൂ. റൈറ്റിംഗ്, എഴുത്ത് പരീക്ഷയല്ല നമ്മൾ 2ാമത്തെ സ്റ്റേജിലായിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
പേപ്പർ വാങ്ങിക്കാം. ഉത്തരം പറഞ്ഞു കരയില്ല. എഴുതിയോ? ശരി. ഓക്കെ. നമ്മുടെ ഭർത്താക്കന്മാര്, ഞാൻ എല്ലാം കഴിക്കില്ല, ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹത്തോടെ പറഞ്ഞു പിടിക്കും. പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ ബൈബിളിൽ ഒരു ഭാര്യയെ പശുക്കിടാവേ വിളിച്ചിട്ടുണ്ട്. പശുക്കിടാവേന്ന് ഭാര്യയെ വിളിച്ച വ്യക്തി ആര്? സിമ്പിൾ സിമ്പിൾ. ഭാര്യ പശുക്കിടാവേന്ന് അഭിസംബോധന ചെയ്ത വ്യക്തി. ഓക്കെ. ഉത്തരം പറയാം. നിങ്ങൾ കറക്റ്റ് കുത്തി നോക്ക്. ആൻസർ സിമ്പിളാ. ഉത്തരം പറയാം. ശിംഷോൻ. സുവിശേഷത്തിൽ ഏത് അധ്യായത്തിലാണ് ധൂർത്തപുത്രന്റെ ഉപമ പറയുന്നത്? ധൂർത്തപുത്രന്റെ പ്രൊഡിഗൽ സണ്ണിന്റെ ഉപമ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എത്രാം അധ്യായത്തിലാണ്? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. ഈ സമയം വരെ പ്രോഗ്രാമുകൾ അനുഗ്രഹമാകാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നു. പങ്കെടുത്ത് തുടർന്ന് ഞങ്ങളെ സഹായിക്കുകയാണ്. ഈ സെറമണിയിൽ നമുക്ക് എന്റെ 36 കൊല്ലത്തെ സർവീസ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അനൗചിതമുള്ള ഒരു പ്രോഗ്രാമാണ് ടാലന്റ് ഫെസ്റ്റിന്റെ ക്ലോസിംഗ് സെറമണി. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും പോസിബിൾ ആ പ്രോഗ്രാം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കാർക്ക് സ്തുതികൾ ബഹുമാനപ്പെട്ട സംഘഭാഷ സ്കൂളിന്റെ എല്ലാവർക്കും സ്തുതികൾ. Success before love. That's only in dictionary. Success before once only in dictionary. അത് പഠിക്കുന്ന പിൻബലത്തോടുകൂടി ആ പിൻബലം ഉണ്ടായതുകൊണ്ടാണ് സക്സസ് എന്ന് പറഞ്ഞത് ആദ്യം മുതൽ വർക്ക് എന്ന് പറഞ്ഞത് ഡിക്ഷണറിയുടെ അവസാനം വരാനിടയായി. അപ്പോൾ അത്ഭുതമാണ് വിജയത്തിന് നമുക്ക് നല്ല രീതിയിലുള്ള അതുപോലെ ഈ പ്രോഗ്രാമൊക്കെ വൈകാതെ കാലമാണ്. നല്ല രീതിയിൽ നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് അധ്വാനത്തെ മാനിക്കുന്നതും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അധ്വാനത്തിൽ മുന്നോട്ട് പോയി സമാധാനത്തിൽ ശരിപ്പെടുന്നതൊക്കെ വളരെ കരസ്ഥമാക്കിയിട്ടുള്ള സെന്ററിന്റെ ഉത്തരവാദിത്തം യശസ്സോടൊപ്പമായി പ്രതിജ്ഞാബദ്ധരായി നിരന്തരം അല്ലേ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമ്മാനങ്ങൾക്ക് ആ വ്യത്യാസത്തെ മറന്ന് തുടർന്നാൽ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ
സമയം കൊണ്ടുപോയത് ഈ പ്രോഗ്രാമിന്റെ അനാലിസിസ് ചെയ്ത് സംസാരിക്കാൻ ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് നിയോഗിക്കപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ജഡ്ജ് നമ്മുടെ ഞാൻ താമസമില്ല നന്നായി സ്ഥാനമാക്കിയില്ലേ കാണുന്നില്ലേ ഞാൻ ഒന്നാമത്തെ നല്ല മത്സരത്തിൽ തിരുവല്ല സെന്ററിലെ കുട്ടികൾ പക്ഷേ നല്ല ഉഴപ്പന്മാരും ഉഴപ്പികളും കാരണം ഞങ്ങൾ പാട്ട് പ്രസംഗമൊക്കെ നോക്കിയത് കുട്ടികളിലെ ഇച്ചിരി പീര എന്ന് പറയുന്നത് നല്ല പാട്ടുകളൊക്കെ കേട്ടു. നിങ്ങൾ നല്ലൊരു കയ്യിൽ സൂപ്പർ സീരിയസിലെ അപ്പച്ചന്മാർക്കും ആന്റിമാർക്കും കാലമൊക്കെ വീട്ടിലിരിക്കാതെ നമുക്ക് വേണ്ടി ഈ സന്ദർശനത്തിലേക്ക് വന്ന് സംബന്ധിക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും സ്റ്റേജിലൊക്കെ ഇപ്പോഴാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ പ്രായമുള്ളവരൊക്കെ വീട്ടിലും പലപ്പോഴും ഉൾപ്പെടുത്തിക്കാൻ നിങ്ങൾ നല്ല നല്ല ചിന്താഗതി. എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സബ്ജക്ട് മാത്രമേ ഒന്നല്ല രണ്ടോ സബ്ജക്ട് ഉണ്ട്. ഒന്ന് യൂത്തിന്റെ പ്രസംഗം യൂത്തിന്റെ പേജുണ്ട്. യൂത്തിന്റെ നല്ല പ്രിപ്പയർ ചെയ്തുള്ള പ്രസംഗം കേട്ടു. അത് നല്ലൊരു അഭിനന്ദനം നൽകിയിരുന്നു. അതുപോലെ തന്നെ മേജർ ബാക്കി സീനിയർ ഓക്കെ ദൈവത്തിനെ നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾ എത്ര പാട്ടിന്റെ കാര്യം മാത്രം പറഞ്ഞിരിക്കാം. നല്ലൊരു കാര്യമുള്ളത് അതിന് പാടാം. ഞാൻ നിങ്ങളോടൊരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര വലിയ പാട്ടുകാരാണ് ഞങ്ങളെ ഇംപ്രസ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല പാട്ടുകാരാണ് ഞങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് തരുന്ന സമയം നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന സമയം ആ പാടാൻ 3 മിനിറ്റാണ്. നിങ്ങൾ നല്ല ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ പാട്ട് പാടുന്നു എന്ന് നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെലക്ഷൻ ശ്രദ്ധിക്കുക. നല്ല പാട്ട് എടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പാട്ട് എടുക്കുക. ഇപ്പൊ കെസ്ട്രേറ്റ് പാടുന്നു അല്ലെങ്കിൽ ടിസുമാൻ പാടുന്നു അല്ലെങ്കിൽ അജിപ്പുട്ട് പാടുന്നു ഓക്കെ അവർക്ക് പറ്റും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പാട്ടിനെ പാടുന്നു. പക്ഷെ പറ്റാവുന്ന പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് 1 വർഷത്തോളം സമയമുണ്ട് ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ. താങ്കൾ വേണമെന്നില്ല. ഭാഷകളോട് വർത്തമാനം കൊണ്ടിരിക്കുന്നതാണ് സംഭവം. നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം കിട്ടുമോ അങ്ങനെ ഭയങ്കര ടെൻഷനാണ്. ഇത് ടെൻഷനല്ല. 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റിന് വേണ്ടി നിങ്ങൾ അല്ലല്ലോ കർത്താവിനെ തെറ്റിയ സാധ്യത എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം തെറ്റിക്കുക. ആ ഒറ്റ കാര്യം മാത്രമിരിക്കുക. ദൈവത്തിന് നിങ്ങൾ പ്രയോജനപ്പെടുക. നിങ്ങൾ താങ്കളുടെ കാര്യങ്ങളെല്ലാം കർത്താവിനെ വിനിയോഗിക്കുക. നല്ല ഹ്യൂമർ സെൻസും കാര്യപ്രാപ്തിയും ക്വാളിഫൈഡ് ആയ ജസ്റ്റിസിനെ ദൈവം നമുക്ക് ഒരുക്കി തന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് ആക്കുന്നിടങ്ങളിലെല്ലാം അനുഗ്രഹം പകർന്ന് അനേക ജീവനക്കാർക്ക് ദൈവം മാർഗനിർദ്ദേശം നൽകാനുള്ള കൃപകൾ അതിൽ കൂടെ വെളിപ്പെടുത്തരുത് എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് നമ്മൾ വീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സാലു വർഗീസ് നമ്മുടെ സ്കൂൾ സ്റ്റേറ്റ് സെക്രട്ടറി ആണല്ലോ അദ്ദേഹത്തെ ആദ്യം ക്ഷണിക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം പോയി രാത്രി നേരത്തെ ചെയ്തിട്ട് കാര്യമില്ലേ? ആണോ? ഞാനൊന്നും പറയുന്നത് ഞാൻ എനിക്ക് സമയം പറഞ്ഞതെന്ന് പറഞ്ഞത് എന്താ പറയാ ഞാൻ പെട്ടെന്ന് വിട്ടേക്കാൻ പറ്റും. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇവിടുത്തെ താല്പര്യശ്വരയ്ക്ക് ജഡ്ജസുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം സെന്ററിന്റെ ഭാരവാഹികളോട് വിളിച്ച് പറഞ്ഞു ഈ പ്രാവശ്യത്തെ ജഡ്ജസൊക്കെ നല്ല
ആളുകളെ പഠിക്കണമെന്ന പ്രകാരം വന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരെ വിളിച്ച പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വിജയത്തിലേക്ക് വന്നിരിക്കുന്ന കുട്ടികൾ എല്ലാവരും സോണൽ സ്റ്റേറ്റ് തലങ്ങളിലേക്കൊക്കെ വരുവാൻ തക്കവണ്ണം നിങ്ങൾ നന്നായി പരിശീലിക്കണം. ഇവിടുത്തെ സാറ് പറഞ്ഞ് ഓർപ്പിച്ചു ഉഴപ്പന്മാരാണ്, ആദ്യം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് യാഥാർത്ഥ്യമാണ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉഴപ്പെല്ലാം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് കാലത്ത് പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയല്ല, മറ്റ് പല പരിപാടികളും നമുക്കുണ്ട്. ക്യാമ്പ് വരാൻ പോകാൻ എല്ലാവരും ക്യാമ്പിലെത്തണം. എന്നാണ് ക്യാമ്പ്? വൈപ്പിയുടെ ഓണത്തിന് മുളപ്പുഴയിലാണ്. സൺഡേ സ്കൂളിന്റെ ക്യാമ്പ് കോട്ടയത്തെ ക്രിസ്മസിനാണ്. ഈ ഡേറ്റുകളൊന്നും നിങ്ങൾ വേറെ പരിപാടികളുണ്ട്. നിങ്ങൾ ആ ക്യാമ്പുകളിലൊക്കെ എത്തി അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഓർപ്പിക്കുകയാണ്. എല്ലാവരുമായിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും ഈ സൺഡേ സ്കൂളിനും വൈപ്പിക്കും അറിയിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കുന്നു. ഞങ്ങളുടെ ഭൂമിനാമിനെ കടന്നു വന്ന് ഞങ്ങൾക്ക് പ്രചോദനമേകിയ പ്രിയ സാലു സാറിനോടുള്ള നന്ദി തിരുവല്ല സെൻട്രൽ അറിയിക്കുന്നു. തുടർന്ന് പ്രോട്ടോകോൾ അനുസരിച്ച് ലാസ്റ്റാണ് വോട്ടർ ടാക്സിന് സമയം എടുക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനനുസരിച്ചെല്ലാം 100 എന്നുള്ള ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ശേഷം വോട്ടർ ടാക്സിനെ ഉചിതമാക്കുകയെന്ന് വിളിച്ച് ഈ സമയത്ത് വോട്ടർ ടാക്സ് അറിയിക്കാൻ സെൻട്രൽ സ്കൂളിന്റെ കോർഡിനേറ്റർ അയക്കുന്ന നമ്മുടെ ഷാജി ഫീൽഡ് മാസ്റ്റർ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആകാംക്ഷയോടെയാണ് തുറന്നുള്ള പ്രോഗ്രാം എനിക്കറിയാം. സഹായിച്ചത്. എന്നാൽ നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഗ്രാം അവസാനിച്ചപ്പോൾ ഇതിന് മുന്നേ അധ്വാനിച്ച ഒരുപാട് പേരുകൊണ്ട് അവരെ ഓർക്കുക എന്നുള്ളത് ഈ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കൂടിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളമായി പ്രവർത്തനം തുടങ്ങിയിട്ട് യോഗത്തിനെ ഓർമ്മിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന സ്വാഗതം ചെയ്തു. രാവിലെ പ്രോഗ്രാം ആവശ്യമായ എല്ലാ നിർദ്ദേശവും പിന്തുണ പ്രത്യേകിച്ച് സദസ്യങ്ങളുള്ള എല്ലാ പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനദാസന് പ്രത്യേകിച്ച് മണ്ണിലുള്ള നദിയും വൈക്കൂടങ്ങളിലും സദസ്സിന്റെ പേര് അറിയിക്കുന്നു. വളരെ കഠിനമായി വിജയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനുള്ള നന്ദിയെ സമയമാണ്. സെൻട്രൽ സ്കൂളിനെയാണ് പ്രാരംഭമായിട്ട് അറിയുന്നത്. അതിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ വാങ്ങിക്കുന്നതില്ലേ നിങ്ങളറിയാമോ? ഞാൻ പറയാൻ റെഡിയാണ്. റിസൾട്ട് പറയാൻ പോവുകയാണ്. ആദ്യം സബ്ജുവീസിന്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. സോളി ഫസ്റ്റ് പ്രൈസ് ആരോ തോമസ് സെക്കൻഡ് പ്രൈസ് മദന ബിനോയി മേത്ര യുവൻ അനീഷ് വെള്ളാപ്പള്ളി. സെക്കൻഡ് ഒക്സാന പോൾ പുളിക്കപ്പള്ളി. അടുത്ത സ്റ്റോറി ടെല്ലിംഗ് നദനിയൽ വി അനീഷ് ഫസ്റ്റ് പ്രൈസ് മേത്ര. സെക്കൻഡ് ജോനാഥൻ ഷിബിൻ തിരുവല്ല ടൗൺ സെക്കൻഡ്. അടുത്ത സ്പീച്ച് സാൻഡ്രിൻ തലവഴി ഫസ്റ്റ്. സെക്കൻഡ് ക്രിസ്റ്റി ബിജു കാരക്കൽ. ബൈബിൾ ക്വിസ് ഫസ്റ്റ് നദൻ ബിനോയി മേപ്രാൽ. സെക്കൻഡ് സാൻഡ്രിൻ തലവഴി.
ഈ പ്രോഗ്രാമുകൾക്കെല്ലാം ഫസ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മേപ്രാൽ സഭയിലെ അംഗമായിരിക്കുന്ന ബ്രദർ ടിം തുണ്ടി ഫാമിലിയാണ്. ആ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. സെക്കൻഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂളിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഷോൺ ആണ്. അദ്ദേഹത്തോട് കുടുംബത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തത് ജൂനിയേഴ്സിന്റെ റിസൾട്ട് വായിക്കുകയാണ്. സോളോ മെയിൽ ഫസ്റ്റ് ഫിയോണ ഫിനി മേപ്രാൽ. സെക്കൻഡ് ഫിലോ ബിജു കിഴക്കുമുത്തൂർ. സോളോ ഫീമെയിൽ ഫസ്റ്റ് വിനിത സാര വർഗീസ് കാരക്കൽ. സെക്കൻഡ് ഐവിറിയ ടിം മേപ്രാൽ. അടുത്തത് ഡ്രോയിങ് ഫസ്റ്റ് ജോഹന്ന മറിയ സോണി മേപ്രാൽ. സെക്കൻഡ് ജെറുഷ് ജോമോ തലവടി. മെമ്മറി വേഴ്സ് ഫസ്റ്റ് ഐവിറിയ ടിം മേപ്രാൽ. സെക്കൻഡ് ജോഹന്ന മറിയ സോണി മേപ്രാൽ. പ്രസംഗം ഫസ്റ്റ് ജോഹന്ന മറിയ സോണി മേപ്രാൽ ഫസ്റ്റ്. സെക്കൻഡ് ഷെറിൻ മേരി സുനിൽ കാരക്കൽ. ബൈബിൾ കിസ് ഫസ്റ്റ് ജോഹന്ന മേരി സോണി മേപ്രാൽ ഫസ്റ്റ്. സെക്കൻഡ് പ്രിസ്കില്ല റോസ് ആന്റണി കാരക്കൽ. ഈ പ്രോഗ്രാമുകളുടെയും ഫസ്റ്റ് നമ്മുടെ ടിം ബ്രദർ കുടുംബമാണ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. സെക്കൻഡ് നമ്മുടെ ഷോണാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. ഫസ്റ്റ് ബറാഖ് ആശിഷ് കാരക്കൽ. സെക്കൻഡ് ബെസ്ലേൽ അലക്സ് ആശിഷ്. സോളോ ഫീമെയിൽ ഫസ്റ്റ് ജെസിക്ക തോമസ് വെള്ളാപ്പള്ളി. സെക്കൻഡ് മിഷേൽ സാറ വർഗീസ് കാരക്കൽ. എസ്എ റൈറ്റിംഗ് ഫസ്റ്റ് സ്റ്റെഫി റോബർട്ട് തിരുവല്ല ടൗൺ. സെക്കൻഡ് അക്സ സൂസൻ ജേക്കബ് മേപ്രാൽ. മെമ്മറി വേഴ്സ് ഫസ്റ്റ് എമി റിയ ടിം മേപ്രാൽ. സെക്കൻഡ് അക്സ സൂസൻ ജേക്കബ് മേപ്രാൽ. സ്പീച്ച് പ്രസംഗം ഫസ്റ്റ് ജോഷ് ജോബിൻ വർഗീസ് മേപ്രാൽ. സെക്കൻഡ് ബെസ്ലീൻ അലക്സ് ആശിഷ് കാരക്കൽ. ബൈബിൾ ക്വിസ് ഫസ്റ്റ് അക്സ സൂസൻ ജേക്കബ് മേപ്രാൽ. സെക്കൻഡ് ജോഷ് ജോബിൻ വർഗീസ് മേപ്രാൽ. ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഫസ്റ്റ് മെൽവിൻ മനോജ് വള്ളംകുള. സെക്കൻഡ് ആരോൺ തോമസ് തലവടി. അടുത്തത് സ്റ്റോറി റൈറ്റിംഗ് ഫസ്റ്റ് ജോവാഷ് ജോബി വർഗീസ് മേപ്രാൽ. സെക്കൻഡ് ജെസിക്ക തോമസ് വെള്ളാപ്പള്ളി. ഗ്രൂപ്പ് കിസ് ഫസ്റ്റ് ജോഹന്ന മറിയ സോണി ടീം മേപ്രാൽ ഫസ്റ്റ്.
സെക്കൻഡ് ആരോൺ എ വെള്ളാപ്പള്ളി ടീം. അടുത്തതായിട്ട് ഗ്രൂപ്പ് സോങ്ങാണ്. ഫസ്റ്റ് റിയ തോമസ് ആൻഡ് പാർട്ടി വെള്ളാപ്പള്ളി. സെക്കൻഡ് ഏഞ്ചൽ ആൻഡ് പാർട്ടി തലവടി. തിരുവല്ല അസംബ്ലി ഈ വർഷത്തെ നടന്നുവയ്ക്കുന്നത് പല ചർച്ചകളും ഇഞ്ചോടിഞ്ചും പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ആ റിസൾട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണുള്ളത്. റിസൾട്ട് വായിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് സന്തോഷമായ കാര്യം, ഈ ജയിച്ചവരെല്ലാം സോണിൽ വരണം കേട്ടോ. അത് പ്രത്യേകം വോട്ട് ചെയ്യുന്നതായിരിക്കും. സമ്മാനം മേടിച്ചോണ്ട് ഞങ്ങൾ ഈ പ്രശ്നം ചെയ്തത് സോണിൽ പോകുന്ന സമ്മാനം കൊടുക്കാമെന്നായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ല. അതുകൊണ്ട് ദയവേത് സോണലിലും ഈ ജയിച്ചവർ വരണം, പ്രത്യേകം വോട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യം യൂത്തിൻ്റെയാണ് വായിക്കാൻ പോകുന്നത്. സമ്മാനം കൊടുക്കാനും സാധിച്ചതിനെ ക്ഷണിക്കും. ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെക്കാം ബി ഫിലിപ്പ് നെടുമ്പുറത്താണ്. ആദ്യം യൂത്തിന്റെ വായിക്കുന്നു. സോളോ മലയാളം മെയിൽ ഫസ്റ്റ് എലീഷ വർഗീസ് കൊയ്കപ്പള്ളി. ആ മത്സരാർത്ഥി എല്ലാം ഫസ്റ്റിലെ വേറെ ആരെങ്കിലും വരേണ്ടതാണ്. സെക്കൻഡ് ഡേവിഡ് വർഗീസ്. സോളോ മലയാളം ഫീമെയിൽ ഫസ്റ്റ് കെസിയ മെറിൻ. സെക്കൻഡ് ഏഞ്ചൽ ബി സാലു ടൗൺ ചർച്ച്. അടുത്തത് സോളോ ഇംഗ്ലീഷ് മെയിൽ ഫസ്റ്റ് ജെഫ് നെനാൻഡോസ്. സെക്കൻഡ് ഷിബിൻ എസ് പി. അടുത്തത് സോളോ ഇംഗ്ലീഷ് ഫീമെയിൽ ഫസ്റ്റ് ഫേബ സാറ. സെക്കൻഡ് സൈറണ പ്രസാദ് നേപ്ര. അടുത്തത് സ്പീച്ച് ആണ്. ഫസ്റ്റ് അലീന ഉമ്മൻ നേപ്ര. സെക്കൻഡ് സയണ പോണ്ട സയണ പ്രസാദ് നേപ്ര. അടുത്തത് എസ് എ റൈറ്റിംഗ് ഫസ്റ്റ് ലിയ സൂസൻ സക്രിയ കാവുംഭാഗ. സെക്കൻഡ് അലീന ഉമ്മൻ നേപ്ര. അടുത്തത് വേഴ്സ് റൈറ്റിംഗ് മലയാളം വാക്യം എഴുത്ത് മലയാളം ഫസ്റ്റ് അലീന ഉമ്മൻ നേപ്ര. സെക്കൻഡ് നിസി മറിയം ഗുരുവിള കാവുംഭാഗ. അടുത്തത് വേഴ്സ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഫസ്റ്റ് എസ്തർ എലിയാമ തോമസ് നേപ്ര. സെക്കൻഡ് ലിയ സൂസൻ സക്രിയ കാവുംഭാഗ. അടുത്തത് ബൈബിൾ ക്വിസ് ഫസ്റ്റ് അലീന ഉമ്മൻ നേപ്ര. സെക്കൻഡ് കെസിയ മെറിൻ നേപ്ര. ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഫസ്റ്റ് ഡേവിഡ് വർഗീസ്. സെക്കൻഡ് ഫേബ സാറ. അടുത്തതായി മേജർ ഫാറൂഖ് സാലിജ. താങ്ക് യു. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന റയാൻ മാത്യു എബ്രഹാം നെടുമ്പുറം. അത് സമ്മാനം നൽകാനായി ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി സാവു വാഴമുട്ടത് ക്ഷണിക്കും. മേജർ വിഭാഗം സോളോ മലയാളം മെയിൽ ഫസ്റ്റ് റോഷൻ ചെറിയാൻ തലോടി.
Second, Romeo Matthew Varghese. Solo Malayalam female. First, Shishama Sam Kamphara. Second, Yesiya Adam Kilakankudu. Another solo English female. First, Sarah Elsa Varghese. Second, Beena K. Varghese. Another speech. First, Stephen Sira Saji Kambara. Second, Shivin G. Philip City Judge. Another essay writing. First, Shivin G. Philip City Judge. Second, Glory P. Matthew Nadukara. At the waist writing, first, Sobi Joy Nadukara. Second, Gina Mary Summer. At the Bible is first, Shibinji Philip City Church. Second, Gina Mary Summer. സമാധാന ആവശ്യങ്ങളോട് നന്ദി അറിയിക്കുന്നു. സീരീസ് സോളോ മലയാളം മെയിൽ. ഫസ്റ്റ്, ഷിജോയ് ചാക്കോ കാവഭാഗം. സെക്കൻഡ്, ജോൺ ബി മാത്യു കിഴക്കൻകുത്തൂർ. സോളോ മലയാളം ഫീമെയിൽ. ഫസ്റ്റ്, Remya Sabu Town Church. Second, Jency Sunil Karikar. Solo English female. First, Bensi Jobin Mepra. Second, Anu Tim Mepra. Another Prasanavana. First, Aji Shiju Thomas Town Church. Second, Soumya Binoy Mepra. At essay writing, first, Soumya Binoy Mepra. Second, Bensi Jobin Mepra. അത് വാക്യം എഴുതാണ്. വേഴ്സ് റൈറ്റിംഗ്. ഫസ്റ്റ്, അനുജ് മേപ്ര. സെക്കൻഡ്, പ്രിജി സജി മേപ്ര. അടുത്ത ബൈബിൾ ക്വിസ്. ഫസ്റ്റ്, സൗമ്യ ബിനോയ് മേപ്ര. സിനു പി വർഗീസ് വെള്ളാപ്പള്ളി. അടുത്തത് സൂപ്പർ സീനിയേഴ്സിൻ്റെയാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ ഷാൻ പാസ്റ്റർ ക്ഷണിക്കുകയാണ്. സോളോ മലയാളം മെയിൽ. ഫസ്റ്റ്, ചാക്കോ യോഹന്നാൻ മേപ്രാൻ. സെക്കൻഡ്, ബിജു എബ്രഹാം കാരക്കൽ. അടുത്തത് സോളോ മലയാളം female. First, Jayamol Biju Ididillam. Second, Omana Shibu Mepra. അടുത്തത് പ്രസന്നമാണ്. ഫസ്റ്റ്, എബ്രഹാം MC തലവടി. സെക്കൻഡ്, തോമസ് M തോമസ് ടൗൺ ചർച്ച്. അടുത്തത് essay writing. ഫസ്റ്റ്, ജൈനമ ജോസഫ് മേപ്രാൻ. സെക്കൻഡ്, എലിസബത്ത് ജസ്മിൻ ടൗൺ ചർച്ച്.
അടുത്തത് വാക്ക് മത്സരമാണ്. ഫസ്റ്റ് സുജ സാമ്പൽ മേപ്രാൽ, സെക്കൻഡ് ഉഷ പിൽമോൻ കാവപ്പാറ. മേപ്രാൽ മേടിച്ചാൽ next Bible quiz. First Elizabeth Jasmine Town Church, second Saji Johnson Kedakanmuthu. അടുത്തത് ഗ്രൂപ്പ് സോങ്ങിന്റെ ഫസ്റ്റ് പറയുന്നു. ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് സുജാലിംഗൻ ഗ്രൂപ്പ് ടൗൺ ചർച്ച്. അടുത്തത് ഗ്രൂപ്പ് ബൈബിൾ ക്വിസ്. ഫസ്റ്റ് സൗമ്യ ബിനോയ് ആൻഡ് മേപ്രാൽ. അടുത്തതായി സമ്മാനം നൽകാനായി നമ്മുടെ സെൻട്രൽ പാസ്റ്റർ ജെ ജോസഫ് പാസ്റ്റർ ക്ഷണിക്കുകയാണ്. ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റയാൻ മാത്യു നെടുമ്പുറം ചർച്ചാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ കിട്ടിയിരിക്കുന്നത് അലീന ഉമ്മൻ മേപ്രാൽ. അടുത്ത നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ്? വളരെ മികച്ച മത്സരമായിരുന്നു ഈ വർഷം. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ വർഷം മത്സരം ചെയ്യുന്നത്. എങ്കിലും ഒരു വിജയമുണ്ടല്ലോ. അത് സമ്മാനം നൽകാൻ വേണ്ടി പ്രിയ സെൻട്രൽ പാസ്റ്റർ ക്ഷണിക്കുന്നു. അതുപോലെ സാബു വാഴക്കുണ്ട് ക്ഷണിക്കുകയാണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാബു വാഴക്കുണ്ടിലാണ്. ഈ വർഷത്തെ ചാമ്പ്യൻസ് YP മേപ്രാൽ ചർച്ച്. സൺഡേ സ്കൂളിന്റെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ഈ ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റയാൻ മാത്യു അബ്രഹാം നെടുമ്പുറം ചർച്ചാണ്. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ 18 പോയിന്റോടെ ജോഹന്ന മറിയ സോണി കോൺട്രാ. സെക്കൻഡ് ഫസ്റ്റ് റണ്ണറപ്പ് 28 പോയിന്റോടെ കാരക്കൽ ചർച്ച്. ഇത് സൺഡേ സ്കൂളിലെ ചാമ്പ്യൻ. ഈ ട്രോഫി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോഷ് തോക്കാണ്. അദ്ദേഹത്തോട് കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. 78 പോയിന്റോടുകൂടെ മേപ്രാൽ സഹ.
സ്വർഗീയ പിതാവേ, പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഞങ്ങളിൽ സഹായിച്ച കരുണയ്ക്കായി വിജയത്തിന് സഹായകരമാകണം. പ്രാദേശിക സഭകൾക്ക് അനുഗ്രഹമാകണം. എത്രത്തോളം അനുഗ്രഹമാക്കി ദൈവത്തിന് ഒരുമിച്ച് നന്ദി പറയുന്നു. കൊണ്ടുപോയി അങ്ങനെ മേപ്പാൾ ചർച്ച് ടാലൻറ്റസിന് വിന്നേഴ്സ് ആയിരിക്കുന്നു. വൈപ്പിയിലും സൺഡേ സ്കൂളിൽ ഞങ്ങളാണ് വിന്നേഴ്സ്. ഇത് 3rd ടൈമാണ് ഇപ്പം സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ അതിന് പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മേപ്പാൾ സഭ ചാമ്പ്യൻസ് ആകുവാനിടയായി. അത് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് തിരുവല്ല സെൻറ്ററിൻ്റെ സൺഡേ സ്കൂളിൻ്റെയും വൈപ്പിയുടെയും താലന്ത് പരിശോധന തിരുവല്ല ടൗൺ ചർച്ചിൽ വെച്ച് വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി, വൈപ്പിയുടെ സെക്രട്ടറി, ഡിസ്ട്രിക്റ്റിൻ്റെ ഒഫീഷ്യൽസ് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ചർച്ചകൾക്ക് അതിന് ലോക്കലിൽ തന്നെ നമുക്ക് എല്ലാവരും കൈയടിച്ചുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. അതിലുപരി മേപ്പാൾ ചർച്ചിന് നമുക്ക് ആ ചാമ്പ്യൻസിന് ട്രോഫി കിട്ടി. നമ്മെ അനുഗ്രഹിച്ച നമ്മെ മാനിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി മഹത്വം അർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ചാനൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.